السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഖമറ നബിയിൽ ഹുദ, സന്മാർഗത്തിൻ്റെ പ്രവാചകൻ്റെ ചന്ദ്രനെ ഉദയം ചെയ്യിപ്പിച്ചതായ ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗത്തിൻ്റെ പ്രവാചകനാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലെ വെളിപ്പെടുത്തിയ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് ആദ്യം തന്നെ കൊണ്ടുവന്നത്. ബിസ്മി ഹംദൊന്നും പറയാതെ എന്താ അപ്പോൾ സുബ്ഹാന കൊണ്ട് തുടങ്ങിയത്? അല്ലാഹു തആല എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധനാണ്. തസ്ബീഹിൻ്റെ വചനം കൊണ്ടാണ് മൗലിദ് ഇവിടെ ആരംഭിക്കുന്നത്. അതിലൊരു കാരണമുണ്ട്. സുബ്ഹാന എന്ന് പറയുന്നത് അത്ഭുതത്തെ കുറിക്കുന്നൊരു പദമാണ്. ഈ പദം കൊണ്ട് തുടങ്ങാനുള്ള കാരണം ഈ മൗലിദിൽ പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളും മഹത്വങ്ങളൊക്കെ എല്ലാം വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നതിലേക്കുള്ളൊരു സൂചന തരലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുത യാത്രയായ ഇസ്രായിനെ വിശദീകരിക്കുന്ന സൂറത്ത് ഇസ്രാ നോക്കിയാൽ മതി. അവിടെ കാണാം ആദ്യം സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി, അവിടെ സുബ്ഹാന കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത്ഭുതത്തെ കുറിക്കുന്ന ഒരു പദമായിട്ടാണ് സുബ്ഹാനയെ നമ്മൾ കാണുന്നത്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ബാക്കിയുള്ള മാസം ബാക്കി ഒരുപാട് നല്ല മാസമല്ലേ? റമദാനൊക്കെ നല്ല മാസമല്ലേ? അതിലെല്ലാം ഉദിപ്പിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും ചില ആൾക്കാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഈ ഭൗതിക ലോകത്തേക്ക് ജനിപ്പിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അവിടുത്തെ മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റമദാൻ മാസത്തിലോ അല്ലെ യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിലെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ മാസത്തിലൊന്നും അല്ലാഹു ഉദയം ചെയ്യിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? ആ മാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശ്രേഷ്ഠത കിട്ടിയത് എന്ന് തെറ്റിദ്ധരിച്ച് പോകാതിരിക്കാനാണ്. അതുകൊണ്ടാണ് അതുവരെ ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിന് അല്ലാഹു തആല ആ മുത്തുനബിയെ ജനിപ്പിച്ചപ്പോൾ വലിയ ശ്രേഷ്ഠത കിട്ടി. റസൂലുള്ളാഹിയെ കൊണ്ടാണ് എല്ലാത്തിനും മഹത്വം ലഭിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതേപോലെ നിങ്ങൾ നോക്കി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ മറവ് ചെയ്യാതെ എന്താ ഇപ്പോൾ മദീനയിൽ മറവ് ചെയ്തത്? മക്ക കാരണമായിട്ടാണ് അവിടത്തേക്ക് മഹത്വം ലഭിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് പോകാതിരിക്കാനാണ്. അതുവരെ മഹത്വവൽക്കരിക്കപ്പെടാത്ത മദീനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വലിയ പവിത്രത ലഭിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭൗതിക ശരീരം ചേർന്ന് നിൽക്കുന്ന മദീനയിലെ ഹുജറത്തു ഷരീഫയുടെ ഭാഗമാണെന്ന് മഹാന്മാർ ഐക്യകണ്ഠേന പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ഉദിപ്പിച്ചു. എന്നിട്ട് പറയാണ് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ അവൻ ഉണ്ടാക്കുകയും ചെയ്തു. ലോകമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് മുത്തുനബി തങ്ങളുടെ നൂറാണ്. അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് എൻ്റെ നൂറാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. ലോകമൊക്കെ സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു മുത്തുനബി തങ്ങളുടെ തിരുനൂറിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല ലൗഹോ കലമോ സ്വർഗമോ നരകമോ ആകാശമോ ഭൂമിയോ സൂര്യനോ ചന്ദ്രനോ ജിന്നോ മനുഷ്യനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ നൂറ് എത്ര എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശേഷം 700 വർഷം ആ നൂറ് അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി അള്ളാഹുവിന് സുജൂദ് ചെയ്തത് എൻ്റെ നൂറാണ്. ഇത് അഹങ്കരിക്കാൻ പറയല്ലോ ഉമറേ, എൻ്റെ മഹത്വം അറിയിച്ചു തരുന്നതാണ്. വീണ്ടും അവിടുന്ന് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അള്ളാഹു വർഷവും ലോഹവും കുർസിയുമെല്ലാം പഠിച്ചത് എൻ്റെ നൂറിൽ നിന്നാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല, തങ്ങളെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടി ഏതാണെന്ന് എനിക്ക് പറഞ്ഞുതരുമോ? അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ജാബിറെ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല സൃഷ്ടിച്ചത് നിൻ്റെ പ്രവാചകൻ്റെ നൂറിനെയാണ്. നൂറു നബിയിക, നിൻ്റെ പ്രവാചകൻ്റെ നൂറിനെയാണ് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നതിന് മുമ്പും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് അള്ളാഹു തആല മറ്റു സൃഷ്ടികളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എൻ്റെ നൂറിനെ 4ആയി വിഭജിക്കുകയാണ്. ഒന്നാമത്തെ ഓഹരിൽ നിന്നും കലമിനെയും, രണ്ടാമത്തെ ഓഹരിൽ നിന്നും ലൗഹിനെയും, മൂന്നാമത്തെ ഓഹരിൽ നിന്നും അർശിനെയും സൃഷ്ടിക്കുകയാണ്. 4ആമത്തെ ഓഹരി വീണ്ടും 4ആയി വിഭജിച്ചു. അങ്ങനെ ഒരുപാട് വസ്തുക്കളെ അള്ളാഹു തആല ഈ നൂറിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. നബി തങ്ങളുടെ നൂറിൻ്റെ കാലപ്പഴക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, ജിബ്രീലേ, നിനക്കെത്ര വയസ്സായി? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ ആദ്യ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചക്രവാളത്തിൽ നക്ഷത്രത്തെ പോലുള്ള ഒരു പ്രകാശഗോളം അങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട്. 70,000 വർഷം കൂടുമ്പോൾ മാത്രമേ ആ പ്രകാശം ഉദിക്കുള്ളൂ, ആ നക്ഷത്രം ഉദിക്കുള്ളൂ. അങ്ങനെയുള്ള പ്രകാശത്തെ 72,000 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി തങ്ങൾ പറയുകയാണ്, യാ ജിബ്രീൽ അന ദാലിക്കൽ കൗകബ്, ഞാനാണ് നക്ഷത്രം
എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഓ ജിബ്രീൽ, ഞാനാണ് ആ നക്ഷത്രം, അതെൻ്റെ നൂറാണ്. അപ്പോൾ തങ്ങളുടെ നൂറിനെയാണ് ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. എന്നാണ് എല്ലാത്തിനെയും അല്ലാഹു സൃഷ്ടിക്കുന്നത്. അല്ലാഹു തആല ആ മുത്തനബിയുടെ നൂറ് ഷരീഫായ കൂടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. നല്ല രീതിയിൽ ഇതെല്ലാം പഠിക്കണം തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.